ഇന്ന് ഷാജി എവിടെ പോയി? ഷാജേട്ടൻ ലീവാ. ഇതുപോലെ എന്നും പത്രം ആദ്യം എനിക്ക് തന്നിട്ട് അവിടെ കൊടുക്കാവൂ. ശരി സാറേ. ഞാനേ വിളിച്ചോളാം കേട്ടാ, തീർച്ചയായിട്ടും വിളിക്കാം. പേപ്പർ എന്താ ഇത്ര വൈകിടോ? ഞാൻ അവിടെ പുതിയ ആളാ സാറേ. ഷാജി എവിടെ? ഷാജേട്ടൻ ഭാര്യനെ കൊണ്ട് ആശുപത്രി പോയതാ. അപ്പൊ തൻ്റെ പേരെന്താ? എൻ്റെ പേര് മൻസൂർ. നാളെ മുതൽ പത്രം എനിക്ക് ആദ്യം തരണം, എന്നിട്ട് അവിടെ കൊടുക്കാവൂ. ശരി സാറേ. മനസ്സിലായോ? ആ ശരി. ആ എറണം കെട്ടവന്റെ കുടുംബമായിട്ടൊരു ബന്ധം വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ? എന്താ ഈ പറഞ്ഞത് മനസ്സിലാവാത്തത്? ഞാൻ അമ്പലത്തിൽ പോയപ്പോ കണ്ടതല്ലേ ചേട്ടീനെ, അവിടെന്നാ കണ്ടത്. നിങ്ങൾ ഏട്ടനും അനിയനും കൂടി എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളും അത് ചെയ്യണമെന്നുണ്ടോ? ആരടാ എറണം കെട്ടവൻ? വാക്കുകൾ സൂക്ഷിച്ച് സംസാരിച്ചോ, അല്ലെങ്കിൽ അടിച്ച് പല്ല് ഞാൻ കൊഴിക്കും. പല്ല് കൊഴിക്കാനോട് പാടാ. നീ ആരോ പല്ല് കൊഴിക്കാൻ? എന്താ മനസ്സിലാക്കി? നിന്നെ പറ്റി നിനക്ക് ശരിക്കും അറിയില്ല. ഇങ്ങോട്ട് പാടാ. ഇവരിങ്ങനെ പോയാൽ നമ്മൾ എന്ത് ചെയ്യും? ഓരോ കാര്യങ്ങൾ ആലോചിച്ചെടുത്തി ഇന്നലെ ഉറക്കം വന്നിട്ടില്ല. ഏട്ടനും അനിയനും എന്നുള്ള ബോധം രണ്ടാൾക്കും ഇല്ല. പിന്നെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാനാ? ഇന്നലെ ചെറിയച്ഛന അതിന് തുടക്കട്ടത്. രണ്ടാളും കണക്കാ. രണ്ടാൾക്കും ഭയങ്കര വാശിയാ. രണ്ടാൾക്കും ജയിക്കും വേണം. രണ്ടാളും വിട്ടുകൊടുക്കൂല. അതന്നെ പ്രശ്നം. ഇങ്ങനെ പോയാലേ രണ്ടാളും തമ്മിൽ തല്ലി തീരും. അതന്നെ ഉണ്ടാവും. രണ്ടാളും ഒന്നാവാൻ വേണ്ടി ഇനി കഴിക്കാത്ത വഴിപാടുകളും നേർച്ചകളും ഇല്ല. ഇനി എന്ത് ചെയ്യാനാ? എന്ത് പറയുന്നത്? നാട്ടുകാർ മൊത്തം നമ്മളെ കുടുംബത്തിനെ കുറിച്ച് അറിഞ്ഞു. ഞാനൊന്നും അറിയാത്തുമില്ല. എഴുതിയേ നേരെ ഒരുപാടായി. മക്കളെ പോരെ, അച്ഛൻ വരാറായാണ്. ഒരു കാരണം നമുക്കൊന്ന് സംസാരിക്കാനും. അല്ലേ പോട്ടെ. ശരി. അച്ഛനും ചെറിയച്ഛനും തമ്മിലുള്ള വഴക്ക് മാറാനിപ്പോ എന്താ ചെയ്യാ? എന്താ വഴി? നമുക്കൊന്ന് ആലോചിക്കാം. ഒരു വഴിയുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കണം. നിങ്ങളെല്ലാവരും കൂടി എൻ്റെ ഒപ്പം നിന്നാൽ സംഗതി നടക്കും, വർക്കൗട്ടാകും. അത് പൊളിക്കും. അവസാനം രണ്ടാളും കൂടി അടിയും വാങ്ങി പോരോ? അതിന് സാധ്യതയില്ലല്ലോ. രണ്ടാളും മോശക്കാരല്ല. അല്ല, ഞങ്ങൾ മോശക്കാരല്ല. എന്താ പഠിച്ചോനെ, രണ്ടാളും ഉണ്ടല്ലോ. പേപ്പർ ആദ്യം എനിക്ക് തരണം. ഞാൻ ഇന്നലെ എന്നോട് പറഞ്ഞല്ലേ പേപ്പർ ആദ്യം ഇവിടെ ഇടണമെന്ന്. ഞാനാ മൂത്തത്. പേപ്പർ ആദ്യം എനിക്ക് തരണം. മൂത്തതും ചെറുതൊക്കെ വീട്ടിലാടോ. പേപ്പർ കൊണ്ട് കൊണ്ടുപോവാ. ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയും. ഞാൻ ഇവിടെ ഇടണോ അവിടെ ഇടണം? ആദ്യം പേപ്പർ ഇവിടെ തരാൻ അന്നേരം എന്നോട് പറഞ്ഞത്. ഇവിടെ ആദ്യം ഒരു കാര്യം ചെയ്യും, രണ്ടാളും വായിച്ചോളൂ. ഇവിടെ ഒരു പേപ്പർ ഇതും കൂടി. ഇത് കളിയാ കളിക്കണേ. പേപ്പർ മര്യാദ എടുത്ത് കൈ തന്നോ? പേപ്പർ ഇങ്ങനെ നിലത്തിടാ. അഹങ്കാരം കുറച്ച് കൂടുതലാ. പേപ്പർ നിലത്തിടുക. ഇവിടെ എടുക്ക് പേപ്പർ. ₹1 അടുത്ത് കിട്ടൂല പേപ്പർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നിലത്തിട്ടിട്ടാ പേപ്പർ പോവാ. എടുക്കുക പേപ്പർ. എൻ്റെ അഹങ്കാരം ഞാൻ നിർത്തും. അത് ഞാൻ കാണിച്ചിടാക്കിയാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? പൊലച്ച 4 മണിക്ക് തുള്ളി കട്ടൻ ചായ കൂടി കുടിക്കാതെ ഇറങ്ങിയതാണ് ഈ പണിക്ക്. എന്നിട്ട് നിങ്ങളൊക്കെ വായിലിരിക്കണേ കേൾക്കും വേണം. നിങ്ങളെ തല്ലും കൊള്ളണ. കൂടുതൽ സംസാരിച്ച് ഇനി കിട്ടും. മര്യാദക്ക് ഇറങ്ങി പോയിക്കോ. അതുകൊണ്ടേ നാളെ മുതൽ പത്രം ഇടാൻ ഞാൻ വരില്ല. ഈ വന്നോളന്നില്ല. ഈ പണി ഞാൻ നിർത്തി. ഇറങ്ങി പോയ അവിടുന്ന്. പിന്നെ രണ്ടാളോടും കൂടി ഒരു കാര്യം പറയാണ്. പുറത്തുനിന്ന് അടി കൊണ്ട ചരിത്രം പാരമ്പര്യം ഈ മൻസൂറിനില്ല. രണ്ടാളും ഞാൻ പുറത്ത് വെച്ചൊന്ന് കാണുന്നുണ്ട്. എന്തിനാ പുറത്ത് വെച്ച് കാണുന്നത്? ഇപ്പൊ തന്നെ നിൽക്കണം അവിടെ. ഏതായാലും ഒന്ന് കയറി വെക്കുക. രണ്ടാളും ചൂടന്മാരാണ്. അവര് നമ്മളെ ഉപദ്രവിക്കോ?
മാരെ കാര്യമായോണ്ടൊന്നും പറയാൻ പറ്റില്ല. രണ്ടാളും ഉമ്മർത്തന്നെ ഉണ്ട്. വാ പോയേക്കാം. എന്താണ് അനാഥാലയത്തെ കുട്ടികൾക്ക് ഭക്ഷണത്തിനുള്ള പിരിവ്. അനാഥാലയത്തിൽ പിരിവാ? എത്ര കുട്ടികളുണ്ട് അനാഥാലയത്തിൽ? 400 കുട്ടികളുണ്ട്. 1 ലക്ഷം റുപ്യ ഞങ്ങൾ പിരിച്ചുണ്ടാക്കി കൊടുക്കണം. പിരിസംഖ്യയൊക്കെ അങ്ങോട്ട് എത്തുവാ? നമ്പറുണ്ട്, അതിൽ വിളിച്ചു ചോദിച്ചാൽ മതിയല്ലോ. അപ്പോൾ പിരിവാണല്ലേ? അതെ. ഈ പിരിക്കുന്ന കാശെല്ലാം ആ സ്ഥാപനത്തിലേക്ക് എത്തണുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ നോട്ടീസിൽ നമ്പർ ഉണ്ടല്ലോ, അതിലൊന്ന് വിളിച്ചു നോക്കി. എൻ്റെ ഒരു 5000 റുപ്യ എഴുതിക്കോ. എൻ്റെ ഒരു 10000 റുപ്യ എഴുതിക്കോ. 20,000 എഴുത്. 30,000. എൻ്റെ 40 എഴുത്. 40. 50,000. ഒരു മാസത്തിന് എത്ര ചിലവ് വരുന്നതിന്? 1 ലക്ഷം. 1 ലക്ഷം റുപ്യൻ്റെത് എഴുത്. ദേവട്ടാ 1 ലക്ഷം ഈ സാർ തരാ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പിന്നെ തോൽപ്പിച്ചൂല്ലേ? എന്നെ തോൽപ്പിക്കാൻ ഇവിടെ ആരും ആയിട്ടില്ലടാ. ഇപ്പോഴും ഞാൻ തന്നെ ജയിച്ച്. 1 ലക്ഷം പോയില്ലേ? കാശ് നാളെ വന്ന് വാങ്ങിച്ചോട്ടാ. ദേവട്ടാ നമുക്ക് പോവാം. ശരി സാറേ, എന്നാ വാ പോവാം. വാശി പിടിച്ചിട്ട് ഇപ്പം എന്തായി? 1 ലക്ഷം പോയി കിട്ടിയില്ലേ? പോട്ടടി 1 ലക്ഷം. പൈസ എനിക്ക് പുല്ലാണ്. ഞാനും എൻ്റെ മക്കളും തിന്നു പോണ്ട മുതലല്ലേ അത്? പാവം വല്യച്ഛൻ, അച്ഛനൊന്ന് താഴ്ന്നു കൊടുത്താൽ എന്താ? അവന് ജയിക്കൽ എൻ്റെ ഒരു ഹരാണ് മോളെ. അച്ഛാ ഒന്നുമില്ലെങ്കിൽ അച്ഛൻ്റെ ജ്യേഷ്ഠനല്ലേ, അച്ഛനെന്തോ ഒന്ന് ക്ഷമിച്ചൂടെ? അച്ഛൻ ഇനി വല്യച്ഛനോട് വഴക്കിടാൻ പോവോ? ഇല്ല മോളെ, മോളാണ് സത്യം. അച്ഛൻ നിർത്തി. സന്ധ്യ പോയ കടുപ്പത്തിലൊരു ചായ എടുക്കുക. എന്തിനാ അങ്ങനെ വിഷമിക്കണത്? എല്ലാ തവണയും നിങ്ങൾ തന്നെയല്ലേ ജയിക്കാറ്. ഒരു പ്രാവശ്യമല്ലേ പനിയം ജയിച്ചിട്ടുള്ളൂ, അതിനെങ്ങനെ വിഷമിക്കണോ? ഇന്നത്തോടെ വാശി മൈലൊക്കെ നിർത്തണം. കണ്ടു മടുത്തു. എന്നാണാവോ നമ്മളെ ഈ 2 വീട്ടിലും സന്തോഷവും സമാധാനം ഉണ്ടാവുക? മതി, ഒന്ന് നിർത്തണ്ട. ഞാൻ കേട്ട് മടുത്തു ഈ ഉപദേശം. ഞാനായിട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. പോരെ? ഏട്ടാ, നേരെ ഒരുപാടായി, മോളെ കാണാനില്ല, ഒന്ന് വിളിച്ചു നോക്കൂ. The number you are trying to call is currently not reachable. സ്വിച്ച് ഓഫ് ആണല്ലോ പറയണ. അനൂപേ, സുമനെ കാണാനില്ല. സുമയുടെ ഫ്രണ്ട് റീനൊക്കെ ഒന്ന് വിളിച്ചു നോക്കാം. സ്വിച്ച് ഓഫ് ആണ് പറയണത്, സുമയുടെ നമ്പർ. എൻ്റെ ഈശ്വര, എൻ്റെ മോൾക്കൊന്നും പറ്റല്ലേ. നീ ഒന്ന് സമാധാനിക്ക്, അവളിങ്ങോട്ട് വരും. എന്താ മോനെ, കുറെ നേരമായില്ലേ ഫോൺ വിളിച്ച് നിൽക്കണം? സുമമോള് ഇതുവരെ വന്നിട്ടില്ല. വന്നിട്ടില്ല? ആ സുമമോളെ കാണാനില്ല അത്രേ. സമയം ഒരുപാടായല്ലോ. എന്ത് പറ്റി? ഇപ്പൊ വന്നിട്ടില്ല. അയ്യോ, നമുക്കൊന്ന് പോയി നോക്കിയാലോ? അച്ഛൻ വരുന്നില്ലേ? നിങ്ങൾ നടക്കി, ഞാൻ വരാം. ഞാൻ വന്നോളാം. എന്താണ് കരയല്ലേ? അവള് വല്ല കൂട്ടുകാരുടെ വീട്ടിൽ പോയിട്ടുണ്ടാവും. അവള് വരും, സമാധാനിക്ക്. വരും കേട്ടോ, കരയല്ലേ. എന്തായി അനുവേ, വല്ല വിവരം കിട്ടിയോ? ഒന്നും ആയിട്ടില്ല, അവളെ ഫോണ് സ്വിച്ച് ഓഫ് ആണ്. ഇത് നിങ്ങളൊന്ന് പോയി തെരഞ്ഞു നോക്കണം മക്കളെ. വേണ്ടിയല്ലേ? ഏട്ടാ, നമ്മളെ മോൾ ഇതുവരെ വന്നില്ലല്ലോ ഏട്ടാ. നീ വിഷമിക്കണ്ട, അവിടെ എവിടെ പോകാനാ? മക്കള് തെരഞ്ഞു പോയില്ലേ, അവരിപ്പോ വരും.
ഏട്ടനോട് ചെയ്തതിന് ദൈവം തന്ന ശിക്ഷയായിരിക്കും ഇത്. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാനും ഒട്ടും മോശമല്ല എല്ലാ കാര്യത്തില്. നീ വിഷമിക്കണ്ട, അവർ വന്നോളും. എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ എന്റെ കൂട്ടുകാരുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയതായിരുന്നു അമ്മേ. അപ്പൊ ഒന്ന് വിളിച്ചു പറഞ്ഞൂടായിരുന്നു? അവര് ഫോൺ വാങ്ങി സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് വിളിക്കാൻ പറ്റാതിരുന്നത്. എന്നാലും കുറച്ചു നേരം ഞങ്ങളെ വിഷമിപ്പിച്ചു. കുറച്ചേരം വിഷമിപ്പിച്ചാൽ എന്താ, വല്യച്ഛനും അച്ഛനും ഒന്നായില്ലേ, അതന്നെയല്ലേ എത്ര വലിയ സന്തോഷമുള്ള കാര്യം. അല്ല, അജയനും വിജയനും ഒരുമിച്ചോ? ഏയ്, അങ്ങനെ ഒന്നാം വഴി ഇല്ലല്ലോ. ഓൽക്ക് ആ പഴയ സ്വഭാവം തന്നെയാണല്ലോ നല്ലത്. എന്തായാലും നോക്കുക, ഇറങ്ങി നോക്കുക, കല്യാണം പറയുക. ഇല്ല, ഇരിക്കണില്ല. പെങ്ങളെ കല്യാണാണ് വരുന്ന ഞായറാഴ്ച. എല്ലാവരും വരിക. എവിടേക്കാ കൊണ്ടുപോണേ? പൂപ്പനം. ലക്ഷ്മി ഇവിടെ ഉണ്ടോ? ഇല്ല, ഇവിടെ ഇല്ല, അവിടെയാണ്. എന്തായാലും ഇങ്ങനെ എല്ലാവരും കാണാൻ പറ്റിയാല്, ഒരുമിച്ചാല് ഭയങ്കര സന്തോഷം. നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചാണ്. ശരി, സന്തോഷം സന്തോഷം. അവിടെ പോയി പറയണോ കല്യാണം? എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ആ ശരി, എന്നാ ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ശരി ശരി, ഇല്ല ഒന്നും വേണ്ട, ഒന്നും വേണ്ട. എന്നാ ശരി ശരി. എത്ര നല്ലൊരു ചെറുപ്പക്കാരല്ലേ? പ്രാർത്ഥിക്കേ, എപ്പോഴാ പ്രാർത്ഥിച്ച്? The motherfucking Eagle Double G. Snoop Dogg.